ഹലോ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇവിടെ തനിച്ചാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ കഴിയാത്ത, എന്നാൽ നമ്മളെ കാണാൻ കഴിയുന്ന മറ്റൊരു ലോകമുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതാണ് ജിന്നുകളുടെ ലോകം. ആദം നബി അലൈഹിസ്സലാമിന് മുൻപേ ഭൂമിയിൽ വസിച്ചിരുന്ന പുകയില്ലാത്ത അഗ്നിജ്വാലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ജിന്നുകളെക്കുറിച്ചിട്ടുള്ള പ്രധാന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജിന്നുകളുടെ സൃഷ്ടിയും വിഭാഗങ്ങളും എങ്ങനെയൊക്കെയാണ്? മനുഷ്യൻ മണ്ണിൽ നിന്നും മലക്കുകൾ പ്രകാശത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് അതിസൂക്ഷ്മമായ ഊർജ്ജരൂപമായ അഗ്നി അഥവാ തീയിൽ നിന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. വായുവിലൂടെ അതിവേഗം പറക്കുന്നവർ, പാമ്പ്, നായ തുടങ്ങിയ ജീവികളുടെ രൂപം സ്വീകരിക്കുന്നവർ, നാടോടികളെപ്പോലെ അലഞ്ഞു തിരിയുന്നവർ എന്നിങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. രൂപമാറ്റം വരുത്താനുള്ള കഴിവ് ജിന്നുകൾക്കുണ്ടോ? ജിന്നുകൾക്ക് മനുഷ്യരൂപമോ മൃഗരൂപമോ സ്വീകരിക്കാൻ കഴിയും. എന്നാൽ ഒരിക്കൽ അവർ ഒരു ഭൗതിക രൂപം സ്വീകരിച്ചാൽ ആ രൂപത്തിൻ്റെ പരിമിതികൾ അവർക്കുണ്ടാകും. ഉദാഹരണത്തിന്, മനുഷ്യരൂപത്തിലുള്ള ഒരു ജിന്നിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ആ ജിന്നിന് അത് ബാധിക്കും. വീടുകളിൽ കാണുന്ന പാമ്പുകളെ കൊല്ലുന്നതിന് മുമ്പ് 3 തവണ മാറിപ്പോകാൻ ആവശ്യപ്പെടണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവ ചിലപ്പോൾ ജിന്നുകൾ ആയേക്കാം എന്നതുകൊണ്ടാണ്. ജിന്നുകളുടെ വാസസ്ഥലവും ഭക്ഷണവും എങ്ങനെയാണ്? മനുഷ്യവാസമില്ലാത്ത മരുഭൂമികൾ, പഴയ കെട്ടിടങ്ങൾ, മലമടക്കുകൾ എന്നിവയാണ് ഇവരുടെ താവളങ്ങൾ. അഴുക്കും അശുദ്ധിയുമുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ബാത്റൂമുകൾ ഇവർക്ക് പ്രിയപ്പെട്ടതാണ്. ബിസ്മി ചൊല്ലി കഴിഞ്ഞ ശേഷം മനുഷ്യർ ഉപേക്ഷിക്കുന്ന അസ്ഥികളാണ് ഇവരുടെ ഭക്ഷണം. നമ്മോട് ഒപ്പം ജിന്നുണ്ടാകുമോ? ഓരോ മനുഷ്യനോടൊപ്പം ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനെയാണ് കരീൻ എന്ന് വിളിക്കുന്നത്. മലക്ക് നമ്മെ നന്മയിലേക്ക് വിളിക്കുമ്പോൾ ആ ജിന്ന് നമ്മെ തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്നു. നമ്മുടെ പേടി സ്വപ്നങ്ങളും അനാവശ്യ ചിന്തകളും പലപ്പോഴും ഈ ജിന്നിൻ്റെ സ്വാധീനം മൂലമാണ്. ഇബ്ലീസും അവൻ്റെ സൈന്യവും എങ്ങനെയാണ്? ജിന്നുകളുടെ വംശത്തിൽപ്പെട്ടവനാണ് ഇബ്ലീസ്. അവൻ്റെ സിംഹാസനം കടലിലെ ജലപ്പരപ്പിന് മുകളിലാണെന്ന് ഹദീസുകളിൽ പറയുന്നു. കുടുംബങ്ങൾ തകർക്കുക എന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഓരോ മേഖലയിൽ മനുഷ്യനെ വഴിതെറ്റിക്കാൻ അവന് പ്രത്യേക സൈന്യമുണ്ട്. ജിന്നും ബാധയും ചികിത്സയും എങ്ങനെയൊക്കെയാണ് നോക്കാം. മന്ത്രവാദം, സിഹിർ, കണ്ണേറ് എന്നിവയിലൂടെ ജിന്നുകൾക്ക് മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ എല്ലാ മാനസിക അസ്വസ്ഥതകളും ജിന്ന് ബാധയല്ല. ശാസ്ത്രീയ ചികിത്സയും ഇതിനൊപ്പം ആവശ്യമാണ്. ഖുർആനിലെ ആയത്തുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയായ റുഖിയ ആണ് ഇതിന് ഇസ്ലാം നിർദ്ദേശിക്കുന്ന പരിഹാരം. മൃഗങ്ങൾ, നായ്ക്കൾ, കഴുതകൾ, മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത തരംഗങ്ങൾ കാണാൻ കഴിയുമെന്ന് ശാസ്ത്രം സൂചിപ്പിക്കുന്നുണ്ട്. പോലെ ജിന്നുകളുടെ സാന്നിധ്യം അവ തിരിച്ചറിയാറുണ്ട്. എന്നാൽ ഒരു വിശ്വാസി ഇവരെ ഭയപ്പെടേണ്ടതില്ല. ആയത്തുൽ കുർസിയും മറ്റു പ്രാർത്ഥനകളും പതിവാക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാം. ജിന്നുകൾക്കിടയിലെ ശക്തർ ആരൊക്കെ? ജിന്നുകൾക്കിടയിൽ അതിശക്തരായ ഒരു വിഭാഗമുണ്ട്. അവരെയാണ് ഇഫ്രീത്തുകൾ എന്ന് വിളിക്കുന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ബൽക്കീസ് രാജ്ഞിയുടെ കൂറ്റൻ സിംഹാസനം നിമിഷം നേരം കൊണ്ട് എത്തിക്കാമെന്ന് ഏറ്റത് ഒരു ഇഫ്രീത്തായിരുന്നു. എന്നാൽ ജിന്നുകൾക്ക് അദൃശ്യകാര്യങ്ങൾ അറിയില്ല എന്നതിന് തെളിവാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മരണം. അവർ അറിയാതെ പണിയെടുത്ത ചരിത്രം. രാത്രികാലങ്ങളിലെ ജാഗ്രത. സൂര്യൻ അസ്തമിക്കുന്ന മഗ്രിബ് സമയത്ത് പിശാചുകൾ ഭൂമിയിൽ വ്യാപിക്കുന്നു. ആ സമയത്ത് കുട്ടികളെ പുറത്തിറക്കരുത് എന്നും വീടിൻ്റെ വാതിലുകൾ ബിസ്മി ചൊല്ലി അടക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാത്രിയുടെ ഇരുട്ട് അവർക്കൊരു മറയായി വർത്തിക്കുന്നു. വീടിനുള്ളിലെ ജിന്നുകൾ എങ്ങനെയൊക്കെ? നമ്മുടെ വീടുകളിൽ വസിക്കുന്ന ജിന്നുകളെ അമ്മാർ എന്നാണ് വിളിക്കുന്നത്. സാധാരണയായി ഇവർ മനുഷ്യരെ ഉപദ്രവിക്കില്ല. എന്നാൽ വീട്ടിൽ സംഗീതം, നായ്ക്കൾ രൂപങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ നല്ല ജിന്നുകൾ അവിടം വിട്ടു പോകുകയും പകരം പിശാചുകൾ വരികയും ചെയ്യും. അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടുകളിൽ വസിക്കുന്ന ജിന്നുകൾ ഒരു അനുഗ്രഹമാണ്. ജിന്നുകൾക്ക് നമ്മെ സ്പർശിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ? മനുഷ്യൻ അമിതമായ സങ്കടം അല്ലെങ്കിൽ ദേഷ്യം എന്നിവ അനുഭവിക്കുമ്പോൾ അവരുടെ പ്രതിരോധം ദുർബലമാകും. അത്തരം സമയങ്ങളിൽ ജിന്നുകൾക്ക് മനുഷ്യനെ ഭ്രമിപ്പിക്കാൻ എളുപ്പമാണ്. കൂടാതെ അസൂയ കലർന്ന നേട്ടത്തിലൂടെ, കണ്ണേറ് പോലെയുള്ള നേട്ടത്തിലൂടെ പിശാചുക്കൾക്ക് ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. മൃഗങ്ങളും അദൃശ്യലോകവും. രാത്രിയിൽ നായ്ക്കൾ കുരയ്ക്കുന്നതും കഴുതകൾ
കഴുതകൾ കരയുന്നതും കേട്ടാൽ അള്ളാഹുവിൽ ശരണം തേടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യർ കാണാത്തത് അവർ കാണുന്നു. പൂവൻ കോഴികൾക്ക് മലക്കുകളെ കാണാൻ കഴിയുമെന്നും അതുകൊണ്ടാണ് അവ കൂകുമ്പോൾ അള്ളാഹുവിനോട് അനുഗ്രഹം ചോദിക്കണമെന്നും പറയുന്നത്. ഒരു വിശ്വാസിക്ക് ജിന്നുകളിൽ നിന്ന് രക്ഷ നേടാൻ ചില ലളിതമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആയത്തുൽ കുർസി. ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ഓതിയാൽ നേരം പുലരുന്നത് വരെ ഒരു മലക്കിൻ്റെ കാവൽ ഉണ്ടാകും. ബിസ്മി ചൊല്ലുക. വസ്ത്രം മാറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചൊല്ലുന്നത് ജിന്നുകളുടെ ഇടപെടലുകളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. സൂറത്തുൽ ബഖറ ഓതുക. ഈ സൂറത്ത് പതിവായി ഓതുന്ന വീടുകളിൽ നിന്ന് പിശാചുക്കൾ ഓടിപ്പോകുമെന്നും പറയുന്നുണ്ട്. ജിന്നുകൾക്ക് പുക പോലെ ഏത് ചെറിയ സുഷിരത്തിലൂടെയും കടന്നു പോകാൻ കഴിയുമെങ്കിലും അവർക്ക് ചില പരിമിതികളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ബിസ്മി ചൊല്ലി വീടിൻ്റെ വാതിലുകൾ അടക്കുകയോ പാത്രങ്ങൾ മൂടി വെക്കുകയോ ചെയ്താൽ അത് തുറക്കാൻ അനുവാദമില്ല. ഭൗതികമായ തടസ്സങ്ങൾ അവർക്ക് വലിയ പ്രശ്നമല്ലെങ്കിലും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ടുള്ള തടസ്സങ്ങളെ മറികടക്കാൻ അവർക്ക് കഴിയില്ല. മനുഷ്യരെ പോലെ തന്നെ ജിന്നുകൾക്കിടയിലും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾക്ക് ഖുർആൻ ഓതിക്കൊടുത്ത രാത്രിയിലെ ലൈലത്തുൽ ജിന്ന് എന്ന് വിളിക്കുന്നു. ഖുർആൻ കേട്ട് വിറക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്ത ജിന്നുകളെക്കുറിച്ചിട്ട് ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. അവരും നമ്മളെപ്പോലെ തന്നെ വിചാരണ നേരിടേണ്ടി വരും. സ്വർഗത്തിലോ നരകത്തിലോ പോകേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇബ്ലീസിൻ്റെ സൈന്യത്തിൽ ഓരോ പിശാചിനും പ്രത്യേക ചുമതലകൾ നൽകപ്പെട്ടിട്ടുണ്ട്. നിസ്കാരത്തിൽ വന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്ന പിശാചാണ് അൻസബ്. ദാസിം. വീടിനുള്ളിൽ കയറി ദേഷ്യവും പിണക്കവും ഉണ്ടാക്കുന്നവർ. തബർ. ദുരന്തങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിയന്ത്രണം വിട്ടു പെരുമാറാൻ പ്രേരിപ്പിക്കുന്നവൻ. സലൻ. ബംബൂർ. കച്ചവട സ്ഥലങ്ങളിൽ വഞ്ചനയും കള്ളവും ഉണ്ടാക്കുന്നവർ. മനുഷ്യരുടെ അസൂയ കലർന്ന നേട്ടം ജിന്നുകളുടെ ഉപദ്രവത്തിന് ഒരു കാരണമാകാം. ഒരു മനുഷ്യൻ മറ്റൊരാളെ അസൂയയോടെ നോക്കുമ്പോൾ ആ നോട്ടത്തോടൊപ്പം പിശാചുകൾ ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ മാഷാ അല്ലാഹ് എന്ന് പറയണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അർദ്ധരാത്രിക്ക് ശേഷം വിജനമായ വഴികളിലൂടെയും കുന്നൻ ചെരുവുകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത വേണം. കാടുകളിൽ മരം വെട്ടുമ്പോഴോ വിജനമായ സ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുമ്പോഴോ ജിന്നുകൾ അവിചാരിതമായി ഉപദ്രവിക്കപ്പെടാം. ഇത് അവരുടെ പ്രതികാരത്തിന് കാരണമാകാം. ഇത്തരം സാഹചര്യങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നത്, ദിക്റുകൾ ചൊല്ലുന്നത് നമുക്ക് സുരക്ഷ നൽകും. ചുരുക്കത്തിൽ ജിന്നുകളെ ഭയപ്പെടുകയല്ല, മറിച്ച് അവരെ സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്. നമ്മുടെ വിശ്വാസം ശക്തമാണെങ്കിൽ ഒരു പിശാചിനും നമ്മെ തകർക്കാൻ കഴിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഭൗതിക കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ടെന്ന തിരിച്ചറിവ് നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ബോധവാന്മാരാക്കാനാണ്. നമ്മൾ കാണാത്തതെന്നും നിലനിൽക്കുന്നില്ല എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. കാരണം ഈ പ്രപഞ്ചം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നിഗൂഢമാണ്. ജിന്നുകളുടെ ലോകം അത്ഭുതകരവും ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതുമായി തോന്നാം. എന്നാൽ അള്ളാഹുവിനെ സ്മരിക്കുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് മുമ്പിൽ ഏതൊരു കരുത്തനായ ജിന്നും നിസ്സാരനാണ്. ഭയപ്പെടേണ്ട ജിന്നുകളെയല്ല, മറിച്ച് അവരെ സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ്. അവൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു പിശാചിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥനകളും ദിക്റുകളും നമ്മുടെ ചുറ്റും തീർക്കുന്ന ആ അദൃശ്യ കവചമാണ് ഏറ്റവും വലിയ സുരക്ഷ. അള്ളാഹു നമ്മളെയെല്ലാം ദുഷ്ടശക്തികളുടെ ശല്യങ്ങളിൽ നിന്നും കണ്ണേറുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.